ഹലോ ഗായ്സ്, കൊളോണിലുള്ള ഞങ്ങളെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ എവിടെ നിന്നാണോ വീഡിയോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ കേട്ടോ ഇന്ന് തുടങ്ങുന്നത്. ഇന്നലെ പിന്നെ രാത്രിയായിരുന്നു, അതുകൊണ്ട് എന്താണെന്നൊന്നും നേരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇവിടെ പോയിട്ട് തന്നെ ആദ്യം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തു. നോർത്തേൺ യൂറോപ്പിൽ തന്നെയുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗോത്തിക് ചർച്ചായ കൊളോൺ കത്തീഡ്രൽ കാണാനായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 515 ഫീറ്റോളം വരും. ഈ ഒരു കത്തീഡ്രലിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ വഴിയേ പറയാം. ഈ കത്തീഡ്രലിലേക്കുള്ള എൻട്രി ഫ്രീ ആയിരുന്നു. സോ നമുക്ക് അകത്ത് കയറിയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാം. ഇന്നലത്തെ ഞങ്ങളെ ക്രൂസ് യാത്രയിൽ അവരൊരു ഓഡിയോ പോലെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കൊളോൺ നഗരത്തിലെ മേജറായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ചെറുതായിട്ടൊരു വിവരണം കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഈ കൊളോൺ കത്തീഡ്രൽ പാസ് ചെയ്യുമ്പോൾ അവർ ഈ കത്തീഡ്രലിനെ പറ്റിയിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഏകദേശം 600 വർഷം എടുത്തിട്ട് നിർമ്മിച്ച ഒരു കത്തീഡ്രലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ റിനോവേഷനും കാര്യങ്ങളൊക്കെ. ജർമ്മനിയിൽ മോസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ ഈ കൊളോൺ കത്തീഡ്രൽ. പിന്നെ കണക്കുകൾ പറയുന്നത് മിനിമം ഒരു ദിവസം ഒരു 20,000 ആൾക്കാരെങ്കിലും ഈ ഒരു കത്തീഡ്രൽ കാണാൻ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഏകദേശം 6 മില്യൺ ആൾക്കാരാണ് ഈ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് വരാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോത്തിക് ആർക്കിടെക്ചറിലാണ് ഈ ഒരു കൊളോൺ കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1996 യുനെസ്കോ ഈ ഒരു കൊളോൺ കത്തീഡ്രൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ കത്തീഡ്രലിൽ ഏകദേശം 70 ഫയർ ബോംബുകളും അതേപോലെ തന്നെ 14 ഹൈലി എക്സ്പ്ലോസീവ് ബോംബുകളും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സൈസും ഒരു കൺസ്ട്രക്ഷൻ രീതികളൊക്കെ വെച്ചിട്ട് അങ്ങനെ വലുതായിട്ട് ഡാമേജും കാര്യങ്ങളും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും റിനോവേഷൻ വർക്കുകളും ഒക്കെ വേണ്ടി വന്നു. ഇതേപോലത്തെ ഒരുപാട് അറ്റാക്കുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കത്തീഡ്രലിലെ ഒറിജിനൽ ഡിസൈൻ അന്നും ഇന്നും ഒക്കെ ഒരേപോലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിരക്ക് ഉണ്ടായിട്ട് കൂടെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ഒരു കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇതൊരു കത്തീഡ്രലാണെന്നുണ്ടെങ്കിൽ കൂടെ ഓരോരോ മാസ്റ്റർ പീസുകളൊക്കെ കാണുമ്പോൾ നമ്മളൊരു മ്യൂസിയത്തിലാണോ എന്ന് വരെ തോന്നിപ്പോവും. അത്രയും പെർഫെക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾത്താരയുടെ പുറകിലുള്ള ഒരു ഗ്ലാസ് വിൻഡോ,
നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഗ്ലാസ് വിൻഡോ ആണ്. 13ാമത്തെ സെഞ്ച്വറിയിൽ ഇത് ഉണ്ടാക്കിയതാണെന്നാണ്. ബൈബിൾ വിൻഡോ എന്നാണ് കേട്ടോ ഈ ഒരു വിൻഡോയ്ക്ക് പറയുന്നത്. കിഴക്ക് നിന്ന് ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന് ബത്ലഹേമിലെത്തിയ ഒരു 3 രാജാക്കന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഉണ്ണീശുവിനെ കാണാൻ വേണ്ടിയിട്ട് സമ്മാനങ്ങളുമായിട്ട് എത്തിയ ഈ 3 രാജാക്കന്മാരുടെ അവശിഷ്ടങ്ങളും ഈ കൊളോൺ കത്തീഡ്രലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കന്യാമറിയം യേശുക്രിസ്തുവിനെ എടുത്തു നിൽക്കുന്ന തടിയിൽ തീർത്ത ഒരു രൂപമാണ് കേട്ടുള്ളത്. ഭയങ്കര അത്ഭുതകരമായ ശക്തികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കൊളോൺ കത്തീഡ്രലിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്ത് ഒരുപാട് നേരം ആ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ബ്രസൽസിൽ പോയപ്പോഴും ഇതേപോലത്തെ 2-3 മെഷീൻസ് ഞങ്ങളെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളെ കയ്യിലെടുക്കാൻ അങ്ങനെ ഒരു നോട്ടോ കോയിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതല്ലേ. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു സോവനിയർ ഒരു കോയിനിൽ ഇങ്ങനെ അടിച്ചു തരുന്ന പോലെയും ഒരു ബാങ്ക് നോട്ട് സോവനിയറിൻ്റെ പോലെയൊക്കെ ഒരുപാട് സ്ഥലത്ത് വെച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും നമുക്കും വേണം ഈ ഒരു കൊളോൺ കത്തീഡ്രലിലെ സോവനിയർ എന്നുള്ളത്. അങ്ങനെ കോയിനൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തു. ഒരുപാട് ട്രയലൊക്കെ നടത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 1 യൂറോവും 20 സെൻറ്റും ഇടണമായിരുന്നു. ഒരു കോയിനിൽ അവരൊരു സോവനിയർ പോലെ ഏത് സോവനിയറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ തന്നെയാണ് ആ കോയിനിൽ അതങ്ങോട്ട് പ്രസ് ചെയ്ത് അതെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് സോവനിയർ കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ കണ്ടതാണ് ഇത്. ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഒരാൾ ഡെയിലി വന്നിട്ട് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ഫ്ലാഗുകളൊക്കെ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരയ്ക്കുന്നുണ്ടാവും. നല്ലൊരു മെസ്സേജും ഉണ്ട് കേട്ടോ ഇതിൽ. We may have different colors, different languages, different religions, skin, but we all belong to one human race. Happy day. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഈ ഒരു കൊളോൺ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.